ഹലോ ഫ്രണ്ട്സ്, പവർ പോയിന്റ് ബേസിക് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത പ്രസന്റേഷനിലേക്ക് ഇതുപോലെയുള്ള ഒരു കണ്ടൻസ് പേജ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ നമ്മുടെ മെയിൻ പേജിന് ശേഷം ഒരു ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യുകയാണ്. അതോടൊപ്പം അതിന്റെ ലേഔട്ട് ബ്ലാങ്ക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഔട്ട്ലൈൻ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ ഫിൽ നൽകുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഇതിലേക്ക് എൻ്റർ ചെയ്ത് നൽകാം. ഇതൊന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് ഒരല്പം കൂട്ടുന്നു. അതോടൊപ്പം തന്നെ ബോൾഡ് ആക്കും. വീണ്ടും ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ഇവിടെ അലൈൻ ടു സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. അതിനുശേഷം റൗണ്ടഡ് കോർണേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഈ യെല്ലോ സർക്കിൾ മൂവ് ചെയ്തുകൊണ്ട് അതിൻ്റെ കോർണേഴ്സ് ഫുൾ റൗണ്ട് ആക്കുന്നു. ഇവിടെ ഞാൻ ഇതിൻ്റെ ഷേപ്പിൽ വൈറ്റും ഔട്ട്ലൈൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഗ്രീൻ സെലക്ട് ചെയ്ത് അതിന് തിക്നെസ് ഒരല്പം കൂട്ടി നൽകുന്നു. അതോടൊപ്പം ഈ റെക്റ്റാങ്കിൾ ഞാൻ സെൻറ്ററായി അലൈൻ ചെയ്യും. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്ത് നൽകുകയാണ്. ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റ് വൈറ്റ് കളറിലാണുള്ളത്. ഞാൻ അതിനെ ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് ആക്കുന്നു. ഇതിൻ്റെ ഫോണ്ടും ഒരല്പം ഇൻക്രീസ് ചെയ്ത് ബോൾഡ് ആക്കി നൽകുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഷേപ്പുകൾ ഞാൻ 2 വട്ടം കൂടി റീക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യാം. ഞാൻ കൺട്രോൾ D എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവയെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് നൽകും. വീണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്ത് നൽകാം. ഇനി ഞാൻ ഈ ആദ്യത്തെ ബോക്സിന് ഒരു ആനിമേഷൻ നൽകുകയാണ്. അതിനായി ആനിമേഷൻസ് എന്ന ടാബിൽ നിന്നും ഫ്ലോട്ട് ഇൻ എന്നുള്ള ആനിമേഷൻ നൽകുന്നു. ഫ്ലോട്ട് ഡൗൺ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് നൽകുന്നത്. സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് എന്നുള്ള ഓപ്ഷൻ നൽകുന്നു. അതിനുശേഷം തുടർന്നുള്ള ഓരോ ബോക്സിനും ആനിമേഷൻ നൽകുകയാണ്. ഞാനിവിടെ ഫ്ലൈ ഇൻ എന്നുള്ള ആനിമേഷൻ സെലക്ട് ചെയ്ത് ഫ്രം ലെഫ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ഇവിടെ സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് തന്നെ നൽകുന്നു. ഡ്യൂറേഷൻ തൽക്കാലം ഇവിടെയുള്ള അതേ വാല്യൂ തന്നെ ഞാൻ നൽകുകയാണ്. അതിനുശേഷം ഇവിടെ ആനിമേഷൻ പെയിൻ ക്ലിക്ക് ചെയ്ത് ഈ നമ്മുടെ രണ്ടാമത്തെ ആനിമേഷൻ്റെ എഫക്ട്സ് ഓപ്ഷനിൽ പോയി ഞാനൊരു സ്മൂത്ത് എൻഡ് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഇവിടെ ആനിമേഷൻസ് എന്ന ടാബിൽ നിന്നും ആനിമേഷൻ പെയിൻറ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അടുത്ത ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത അതേ ആനിമേഷൻ ഈ ഒരു ഷേപ്പിലേക്കും അപ്ലൈ ആവുന്നതായിട്ട് കാണാം. വീണ്ടും വരുന്ന ഷേപ്പിലും അതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുന്നു. ഇവിടെ ആനിമേഷൻ പെയിൻറ്റർ സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പിനാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യും. ഇനി അതിനുശേഷം ഞാൻ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഇവിടെ ആനിമേഷൻസ് എന്ന ടാബിൽ നിന്നും ആഡ് ആനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ എംഫസൈസ് എന്നുള്ള ഗ്രൂപ്പിൽ ഫിൽ കളർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ആനിമേഷൻ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് മറ്റൊരു ആനിമേഷൻ കൂടി ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. സോ ഞാൻ അതിൻ്റെ ടൈം റെഡ്യൂസ് ചെയ്ത് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എഫക്ട്സ് എന്നുള്ള ഓപ്ഷനിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ നൽകുന്നു. ഇനി അതുപോലെ തന്നെ ഇതേ പ്രൊസീജിയർ നമുക്ക് അടുത്ത 2 ഷേപ്പുകൾ കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുവരെയുള്ള പ്രോഗ്രസ് ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ നമുക്കിവിടെ കാണാം, ഞാൻ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ ഓരോ ബോക്സിൻ്റെയും കളർ മാറുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏതിനെ കുറിച്ചാണ് ഇതിപ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ബോക്സിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇത് ഹൈലൈറ്റ് ആവുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ ലൊക്കേഷൻ ഹൈലൈറ്റ് ചെയ്തത് അതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. സോ നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. സോ ഞാനിവിടെ ഈ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ ആഡ് ആനിമേഷൻ എന്നുള്ള ഇതിൽ നിന്നും നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ഫിൽ കളർ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുകയാണ്. അതോടൊപ്പം അതിൻ്റെ ടൈം നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത പോലെ 0.5 സെക്കൻഡ് സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എഫക്ട്സ് ഓപ്ഷനിൽ നിന്നും കളർ നമ്മൾ ആദ്യം ഗ്രീൻ നൽകി, പക്ഷേ ഇപ്പോൾ ഞാനിവിടെ വൈറ്റ് നൽകുക. അതേപോലെ തന്നെ ഈ ബോക്സും സെലക്ട് ചെയ്ത് ആനിമേഷനിൽ നിന്നും ഫിൽ കളർ, ടൈം റെഡ്യൂസ് ചെയ്തു, കളർ വൈറ്റ് നൽകി. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രസ് ഒന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ ഹൈലൈറ്റ് ആയി, രണ്ടാമത്തെ ഹൈലൈറ്റ് ആയി. ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓർഡർ ഒന്ന് നമുക്ക് മാറ്റി നൽകണം. സോ ഞാൻ ഈ ആദ്യത്തെ ബോക്സിൻ്റെ കളർ ചേഞ്ച് ആയി വൈറ്റ് ആവുന്നത് ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ കളർ ഗ്രീൻ ആവുന്നതിന് തൊട്ട് താഴെ പ്ലേസ് ചെയ്യുകയും ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഓൺ ക്ലിക്ക് മാറ്റി വിത്ത് പ്രീവിയസ് എന്ന് നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ബോക്സിൻ്റെ കളർ വൈറ്റ് ആവുന്നത് മൂന്നാമത്തെ ബോക്സിൻ്റെ കളർ ഗ്രീൻ ആവുന്നതിന് ശേഷം നൽകുകയും സ്റ്റാർട്ട് എന്നുള്ളത് ഇവിടെ വിത്ത് പ്രീവിയസ് നൽകുകയും ചെയ്യും. ഈ ആനിമേഷൻ ഒന്ന് കണ്ടു നോക്കാം. സോ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഈ ആനിമേഷൻ ലഭിച്ചിട്ടുണ്ട്. വളരെ സ്മൂത്തായി തന്നെ നമ്മുടെ ഈ ഗ്രീൻ കളർ ഒരു ബോക്സിൽ നിന്നും അടുത്ത ബോക്സിലേക്ക് മൂവ് ആവുന്ന രീതിയിലുള്ള ഒരു ഫീല് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സോ അത്രയുമായിരുന്നു പവർ പോയിന്റിൽ ആനിമേഷൻസ് ഉപയോഗിച്ച് ഒരു കണ്ടന്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.